ഞാൻ കൃത്യമായിട്ട് വെട്ടി വെച്ചത്. ഇനി നമുക്ക് മസാല ഇടാം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കാരണം അതിനാകുമ്പോൾ കളറും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം വലിയ എരിവില്ല. അപ്പൊ നമുക്ക് കുറച്ച് കൂടുതലായിട്ടും ഇടാം. ഇത് മീറ്റ് മസാലയാണ് കേട്ടോ. അത് ഞാനൊരു 1.5 ഇട്ടുന്നേ ഉള്ളൂ. അതിനകത്ത് എരിവുണ്ട്. അപ്പൊ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും അധികം ഇടണ്ട. അടുത്ത ഒരു സ്പൂൺ നമ്മൾ ഇതെടുത്തു, നമ്മുടെ മഞ്ഞപ്പൊടി. ഇത് പെരുംജീരകത്തിന്റെ പൊടിയാണ് കേട്ടോ. ഞാൻ സ്ഥിരം ഇടുന്നത്. ഇടുമ്പോൾ ഒരു നോൺ വെജ് ഫ്ലേവർ വരും. പൊടി ഉപ്പ് നിങ്ങളുടെ പാകത്തിന്, നിങ്ങൾക്ക് ഉപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ. ഇതിന്റെ ഒരു മെയിൻ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് നാരങ്ങ നീരാണ്, അതായത് നമ്മുടെ ലെമൺ ജ്യൂസ്. ഞാൻ ഒരെണ്ണം ഫുൾ യൂസ് ചെയ്യും. ഇതിനകത്ത് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലരും ആഡ് ചെയ്യാറില്ല. ഇത് പനിത്ത് ആഡ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിഞ്ച് ഓഫ് എന്താ പറയാ, ഒരു പുളിപ്പ്. ഇനി കോക്കനട്ട് ഓയിൽ ഇതിന്റെ മേളിൽ ഒഴിക്കും. ചുറ്റ് നല്ല രീതിക്ക് ഒന്ന് ഒഴിക്കണം. ഒരു ഇച്ചിരി ക്വാണ്ടിറ്റി വേണം. കാരണം ഈ മസാല അതിന്റെ മേളിൽ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി ഈ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത്. ഈ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുമ്പോൾ അതിന്റേതായ ഒരു സ്മെല്ല് ഇതിന് കിട്ടും. വി ഓൾ നോ, ഫിഷ് ഫ്രൈ ആയാലും ഇപ്പോൾ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ചെയ്തിട്ടുണ്ട് ഞാൻ. എല്ലാവരും ഓയിൽ യൂസ് ചെയ്ത് വറുക്കാൻ എടുക്കുമ്പോൾ ഞാൻ ബട്ടറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ്. ഈശാന്റെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ മറന്നുപോയവർക്ക് വേണ്ടി പറഞ്ഞാണ്. ബട്ടർ ഇതൊരു പ്രത്യേക സാധനമാണ്. ഇതിനകത്ത് ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. വറുക്കാൻ ബട്ടർ ഇട്ട് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര നോൺ വെജ് ഫീലാണ്. ഓക്കെ, അപ്പൊ നോൺ വെജ് വീട്ടിൽ മേടിക്കാൻ ഇപ്പൊ തൽക്കാലം കൈ ബഡ്ജറ്റില്ല, എന്നാൽ നോൺ വെജ് കഴിക്കാൻ തോന്നുന്നു എന്നുള്ളവർ ഇത് ഉണ്ടാക്കിയാൽ മതി. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞാനിങ്ങനെ എന്റെ മസാല കഴിച്ചോണ്ടിരിക്കാം. ഉഗ്രൻ ടേസ്റ്റ് ആട്ടോ. 1 by 1 ഇങ്ങനെ എല്ലാം എടുത്ത് ഇടുക. അപ്പൊ നമ്മൾ ഓവർ ക്രൗഡഡ് ആക്കരുത്. മേക്ക് ഷുവർ ദാറ്റ് ദ പാൻ ഇസ് നോട്ട് ഓവർ ക്രൗഡഡ്. നമുക്ക് ആവശ്യത്തിന് വേണ്ടത് മാത്രം എടുത്തെന്ന് വെച്ചാൽ മതി. കുറച്ച് നമുക്ക് 2 to 3 ബാച്ചസ് ആയിട്ട് ഉണ്ടാക്കുമോ. ഞാൻ എപ്പോഴും അങ്ങനെ, കാരണം വീട്ടിൽ 3 പേരുള്ളതുകൊണ്ടാകുമ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുമ്പോൾ നമ്മൾ എടുക്കണം. റെഡി ആയിട്ടുണ്ട്.